മാംഗല്യം പാർട്ട് 3. ആ പെണ്ണിനോട് ആദ്യം തന്നെ ഞാൻ അല്പം ഗൗരവത്തിലായിരുന്നടാ സംസാരിച്ച. അതിന് മറുപടി എല്ലാം തന്ന് അവസാനം അവൾ എന്നെ ഏട്ടാ എന്ന് വിളിച്ചതോടുകൂടി ഞാൻ ഫ്ലാറ്റായി. എനിക്ക് അവളുടെ ഏട്ടനായി ഒരു സ്ഥാനം അവൾ തന്നതും എനിക്ക് അവൾ ഒരുപാട് അല്ലെങ്കിൽ തന്നെ ആ പെണ്ണിനെ കണ്ടാൽ തന്നെ എന്ത് ക്യൂട്ടാ, ഒന്ന് സ്നേഹിക്കാനും കൊഞ്ചിക്കാനും തോന്നും. അത്ര ഒരു പാവം ഒരു പെണ്ണ്. പെൺപിള്ളാരെ അങ്ങനെ കണ്ട് വിശ്വസിക്കേണ്ട ആളിയാ. ഒന്നിനും വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ആദ്യം പാവം പോലൊക്കെ ഇരിക്കും, പിന്നെ പുലിയെ പോലെ ചാടും. ഒന്ന് പോടാ, നീ കണ്ടതും നീ മനസ്സിലാക്കിയ പെൺപിള്ളേർ മാത്രമല്ല, അതുപോലെയുള്ള പഞ്ചപാവം പിള്ളേരുണ്ട്. പിന്നെ എൻ്റെ അനുജത്തിയെക്കുട്ടിയെക്കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ട്. അതെപ്പം അവളെ എപ്പോൾ എന്നെ ഏട്ടാന്ന് വിളിച്ചു അന്നേരം തൊട്ട് ഞാൻ അവളുടെ ഏട്ടന. കേട്ടല്ലോ. അവൻ്റെ പറച്ചിൽ കേട്ട് എല്ലാവർക്കും ചിരി വന്നു. കാരണമുണ്ട്, നമ്മുടെ വിഷ്ണുവിന് അനുജത്തിമാരെ ഭയങ്കര ഇഷ്ടമാണ്. അവളിന് ഇളയതായി ആരുമില്ലാത്തത് കൊണ്ട് ആരെങ്കിലും അവനെ ഏട്ടാ എന്ന് വിളിച്ചാൽ പിന്നെ അവരുടെ ചേട്ടൻ ബ്രോ ആ ഒരു സ്ഥാനം അവനങ്ങ് കൈക്കലാക്കും. അത് തന്നെ നമ്മുടെ കൊച്ചിൻ്റെ പണ്ട് തൊട്ടേയുള്ള ശീലം. അതുകൊണ്ടാണ് അവൻ്റെ വാലുകൾ ഒന്ന് ചിരിച്ചത്. ഇനി നമുക്ക് നമ്മുടെ വിവിയെയും ഈ വാനര സംഘത്തെയും ആ പുറയിലിരിക്കുന്ന പെടക്കോഴികളെയും ഒന്ന് പരിചയപ്പെട്ടാലോ. ഇത് വിവേക് കൃഷ്ണ. വിവേകിന് ഒരു ചേട്ടനുണ്ട്, വേദ് കൃഷ്ണ. IPS ഓഫീസറാണ്. പിന്നെ അച്ഛൻ കൃഷ്ണ, അമ്മ ലത. രണ്ടുപേരും അധ്യാപകരാണ്. ഇനി വിവിയുടെ വാലുകൾ വിഷ്ണു, അനന്തു, എബി, ഷിഹാബ്. ഇവർ 4 പേരും നമ്മുടെ വിവിൻ ചേർന്നാൽ പഞ്ചപാണ്ഡവർ. ശ്രീശാസ്ത്ര കോളേജിലെ പാർട്ട്നേഴ്സിൻ്റെ മക്കളാണെന്ന് യാതൊരു അഹംഭാവവും പണത്തിൻ്റെ യാതൊരു ഹുങ്കോ ഒന്നും തന്നെ നമ്മുടെ ഈ 5 പിള്ളേർക്കുമില്ല. സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നും എങ്ങനെയാണോ കുഞ്ഞുങ്ങൾ വരുന്നത് അതേ ലെവലിൽ തന്നെ. പക്ഷേ ഇവരിട്ടേക്കുന്ന ഡ്രസ്സുകളെല്ലാം മിഡിൽ ക്ലാസ് ഫാമിലിയിലെ പിള്ളേരുടെ അതേ രീതിയിലുള്ള ഡ്രസ്സും അതേ റേഞ്ചിൽ വരുന്നതും ഒക്കെയാണ്. അവരുടെ കയ്യിരിക്കുന്ന ഫോൺ കണ്ടാൽ മാത്രമേ ഇവർ ഹൈ റിച്ച് പാർട്ടീസാണെന്നറിയൂ. കാരണമുണ്ട്, എല്ലാ എണ്ണത്തിൻ്റെയും കയ്യിൽ ആപ്പിളിൻ്റെ ന്യൂ എഡിഷൻ സെറ്റ് തന്നെയാണ് ഇരിക്കുന്നത്. അത് കണ്ടാൽ മാത്രമേ ഇവർ ഹൈ റിച്ച് പാർട്ടീസാണെന്നറിയൂ. അല്ലാതെ അവർ ഉപയോഗിക്കുന്ന ഡ്രസ്സ് മുതൽ കോളേജിൽ വരുന്ന വണ്ടി വരെ കണ്ടാൽ സാധാരണക്കാരനാണെന്നേ പറയൂ. അതുപോലെ അതേ എളിമയോടെ തന്നെയാണ് പിള്ളേർ ബാക്കിയുള്ളവരോടും സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നത്. പിന്നെ നമ്മുടെ 5 പിള്ളേർക്ക് വേറൊരു സ്വഭാവം കൂടെയുണ്ട്. ഇവർക്ക് പോക്കറ്റ് മണിയായി അവരുടെ അച്ഛന്മാർ കൊടുക്കുന്ന പൈസ ശേഖരിച്ച് വെച്ച് കോളേജിലെ ഏതെങ്കിലും പിള്ളേർക്ക് ഏതെങ്കിലും രീതിയിൽ സഹായം വേണം എന്ന് തോന്നിയാൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് വിതരണം നടത്തി പബ്ലിസിറ്റിക്ക് നിൽക്കാറില്ല. ആരും അറിയാതെ അവരുടെ വീട് തേടി കണ്ടുപിടിച്ച് അവർക്ക് വേണ്ടുന്ന സഹായം എങ്ങനെയാണോ ആവശ്യം അതവർക്ക് ചെയ്തു കൊടുക്കും. അതാണ് നമ്മുടെ 5 പിള്ളേരുടെയും ഗുണം. അത് നടന്നില്ല എങ്കിൽ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഓർഫണേജ് ഉണ്ട്. അവിടെ പോയി ആ കിട്ടിയ പോക്കറ്റ് മണി മൊത്തം അടിച്ചു പൊളിക്കും ആ പിള്ളേരുമായി. ഇതൊക്കെ ചെറിയ നല്ല ശീലങ്ങളുണ്ട് നമ്മുടെ പിള്ളേർക്ക്. അല്ലാതെ സാധാരണ പിള്ളേരെ പോലെ പൈസയുടെ ഹുങ്കോ അതിൻ്റെ അഹങ്കാരമോ ഒന്നുമില്ല. അടിച്ചു പൊളി കാര്യങ്ങൾ ഒന്നുമില്ല. സാധാരണ പോലെ പണത്തിൻ്റെ വാല്യൂ അറിഞ്ഞു വളർന്ന പിള്ളേരാണ്. 5 പേരും നല്ല കട്ട ഫ്രണ്ട്സാണ് 1ാം ക്ലാസ് മുതലേ. അങ്ങനെ ഇരിക്കുകയാണ് ഇവരുടെ 5 പേരുടെയും അച്ഛന്മാർ പരസ്പരം ഒരു PTA മീറ്റിംഗ് വഴി കണ്ടുമുട്ടുന്നത്. അന്ന് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെങ്കിലും ഇവർ അടുത്തടുത്ത് തന്നെ താമസിക്കുന്നു. ഇന്നോളം കണ്ടിട്ടുമില്ല. പിന്നെ പലപ്പോഴായി കണ്ടു. അങ്ങനെ ആ സൗഹൃദം വളർന്നു. അങ്ങനെ ഇരിക്കുമ്പോഴുള്ള ഒരു ഒത്തുചേരലാണ് 5 അച്ഛന്മാരും തങ്ങളുടെ മനസ്സിലുള്ള ഓരോ ആഗ്രഹങ്ങൾ പുറത്തേക്ക് പറയുന്നത്. എല്ലാവർക്കും ഇങ്ങനെ ഒരാളുടെ കീഴിൽ വർക്ക് ചെയ്യാൻ താല്പര്യമില്ല. സ്വന്തമായ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. പക്ഷേ എങ്ങനെ, എന്ത് എന്നൊരു ചോദ്യചിഹ്നം. എന്നാൽ നമ്മുടെ വിഷ്ണുവിൻ്റെ അച്ഛൻ്റെ കയ്യിൽ ഫിനാൻസ് ഇത്തിരി കുറവാണ്. പക്ഷേ നല്ല ഐഡിയ ഉണ്ട്. അത് തന്നെ മുന്നോട്ട് വെച്ചു. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു. വിവിയുടെ അച്ഛൻ ഒരു കോളേജ് അധ്യാപകൻ, അനന്തുവിൻ്റെ അച്ഛൻ ഒരു ഡോക്ടർ, വിഷ്ണുവിൻ്റെ അച്ഛൻ ഒരു കോൺട്രാക്ടർ ആയിരുന്നു. എന്ന് വെച്ചാൽ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു ചെറിയൊരു കോൺട്രാക്ടർ. വലിയ രീതിയിലൊന്നും ഡെവലപ്പ് ആയില്ല. അതുകൊണ്ട് തന്നെ കോൺട്രാക്ട് ഫീൽഡ് തന്നെ പിടിക്കാമെന്നായിരുന്നു എല്ലാവരോടുമായി പറഞ്ഞത്. എന്നാൽ നമ്മുടെ എബിയുടെ അച്ഛനാണെങ്കിൽ ചെറിയ കടകൾ, ഫാൻസി സ്റ്റോഴ്സ് അങ്ങനെയുള്ള ചെറിയ കടകളൊക്കെ ഉണ്ട് സ്വന്തം പേരിൽ തന്നെ. എന്നാൽ നമ്മുടെ ഷിഹാബിൻ്റെ അച്ഛനാണെങ്കിൽ ഒരു ഗൾഫ് എംപ്ലോയി ആണ്. കുറേ നാൾ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് കുറച്ച് എമൗണ്ട്
ഈ 5 പേരെയും അച്ഛന്മാരുടെ കയ്യിൽ ഉണ്ടായിരുന്നു. അതെല്ലാം സ്വരുക്കൂട്ടി അവർ ആദ്യം തന്നെ ഒരു ചെറിയൊരു ഷോപ്പിംഗ് മാൾ റെൻറ്റിനെടുത്തു, ലീസിനായി എടുത്ത് അതിലെ എല്ലാ ബിൽഡിങ്ങും പലർക്കായി റെൻറ്റിന് കൊടുക്കുകയും ചെയ്തു. അതിൽ നിന്ന് കിട്ടിയ ചെറിയൊരു വരുമാനം കൊണ്ട് വിഷ്ണുവിൻ്റെ അച്ഛൻ്റെ കൺസ്ട്രക്ഷൻ ഫീൽഡ് അല്പം ഡെവലപ്പ് ചെയ്തു. പെട്ടെന്ന് തന്നെ അത് ക്ലിക്കാകുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവരുടെ തൊട്ടടുത്ത് തന്നെ ഒരു ഹോസ്പിറ്റൽ പൂട്ടിപ്പോകുന്ന അവസ്ഥയിൽ നിൽക്കുന്ന അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഒട്ടും വിട്ടുകൊടുത്തില്ല. കുറച്ച് നാളത്തേക്ക് അത് അങ്ങ് ലീസിനെടുത്തു. അതിന് വേണ്ടുന്ന മിനുക്കുപണികളും അത്യാവശ്യം വേണ്ടുന്ന ആധുനിക സൗകര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ട് തന്നെ ആ ഹോസ്പിറ്റൽ അവർ പൊടി തട്ടിയെടുത്ത്. പറഞ്ഞതുപോലെ തന്നെ ആനന്ദുവിൻ്റെ അച്ഛൻ്റെ കൈപുണ്യവും കൂടി ആയതോടെ ആ ഹോസ്പിറ്റലും അങ്ങ് ക്ലിക്കായി. എന്തോ ഭാഗ്യം പോലെ തൊടുന്നതെല്ലാം പൊന്നാക്കിക്കൊണ്ട് തന്നെ അവർ മുന്നോട്ട് പോയി. അങ്ങനെയാണ് പിന്നീട് അവർ വിദ്യാഭ്യാസ മേഖലയിലേക്കും പോകുന്നത്. ചെറിയൊരു സ്കൂൾ പഴയതുപോലെ തന്നെ ആദ്യം ഫുൾ എമൗണ്ട് കൊടുക്കാതെ തന്നെ ലീസിനെടുത്താണ് നമ്മുടെ പിള്ളേരെ അച്ഛന്മാർ ഓരോ ചുവടും കരുതലോടെ മുന്നേറിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇന്നിപ്പോൾ ഒരു 3-4 കോളേജും ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡും പിന്നെ ഒരു ഷോപ്പിംഗ് മാളും അത്യാവശ്യം ഗോൾഡ് ജ്വല്ലറീസും പിന്നെ ഹോം അപ്ലയൻസും അങ്ങനെ വേണ്ടുന്ന തൊടുന്നതെല്ലാം പൊന്നാക്കി എല്ലാ ഫീൽഡും കൈവച്ച് ഇന്ന് അത്യാവശ്യം നല്ല ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടോടുകൂടി തന്നെ ഇവർ ജീവിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ വിവിയുടെ അച്ഛന് ഒരു ചെറിയ അസുഖം വരുന്നതും അദ്ദേഹം മരണപ്പെട്ടു പോകുന്നതും. വിവിയുടെ അച്ഛൻ്റെ മരണം വലിയ രീതിയിൽ തന്നെ ആ 4 കൂട്ടുകാരെയും ബാധിച്ചിരുന്നു. കാരണം മറ്റൊരു ഫീൽഡിൽ നിന്നും കിട്ടാത്ത പ്രോഫിറ്റായിരുന്നു വിദ്യാഭ്യാസ മേഖല കൈകാര്യം ചെയ്തിരുന്ന വിവിയുടെ അച്ഛൻ സമ്പാദിച്ചുകൊണ്ടിരുന്നത്. അത് സാരമായി തന്നെ ബാധിക്കുകയും ചെയ്തു. പിന്നീട് അത് വിവിയുടെ അച്ഛൻ്റെ സ്ഥാനത്തേക്ക് വിവിയുടെ അമ്മ വന്നു. അത് വലിയൊരു മുന്നേറ്റം തന്നെയായിരുന്നു. കാരണം അന്നോളം പുറംലോകവുമായി വലിയ പരിചയമില്ല എന്ന് എല്ലാവരും ധരിച്ചിരുന്ന ആ സ്ത്രീയിൽ ഉണ്ടായ മാറ്റം ചെറുതൊന്നുമല്ലായിരുന്നു. തൻ്റെ ഭർത്താവ് ഇല്ലാതായതുകൊണ്ട് തന്നെ തൻ്റെ 2 ആൺകുട്ടികളെ നല്ല രീതിയിൽ വിദ്യാഭ്യാസം നൽകണം, നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. തൻ്റെ ഭർത്താവ് കഷ്ടപ്പെട്ടുണ്ടാക്കിയത് ഒന്നും നശിപ്പിച്ച് കളയാൻ താൻ ഒരുക്കമല്ല എന്ന രീതിയിൽ തന്നെ ഒരു ദൃഢനിശ്ചയത്തോടു കൂടിയായിരുന്നു ആ സ്ത്രീ മുന്നോട്ട് വന്നത്. അത് 2 കൈ നീട്ടി ആ 4 കൂട്ടുകാരും സ്വീകരിക്കുകയും ചെയ്തു. അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായവും അവർ ആ 4 കൂട്ടുകാരിൽ നിന്നും ഉണ്ടായിരുന്നു. വിവേകിൻ്റെ അമ്മ ഇപ്പോൾ ചെയ്യുന്ന എല്ലാ ബിസിനസ് ഡീൽസും എല്ലാം തന്നെ ഇനി വിവേകിൻ്റെ ചേട്ടനല്ല വേദ് വിദ്യാഭ്യാസം കഴിഞ്ഞാൽ ഏറ്റുവാങ്ങണമെന്നായിരുന്നു എല്ലാവരുടെയും അഭിപ്രായം. എന്നാൽ വേദിന് ഇതിലൊന്നും താല്പര്യമില്ല. അയാളുടെ ഡ്രീം ജോബായ IPS എടുക്കണമെന്ന് തന്നെയായിരുന്നു. അതിന് ആ അമ്മ തടസ്സം പറഞ്ഞില്ല. നീ നിൻ്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ, IPS ഓഫീസർ ആയാലും ഈ കാര്യങ്ങളെല്ലാം നിനക്ക് നോക്കി നടത്താമല്ലോ. പിന്നെ വിവേകിൻ്റെ വിദ്യാഭ്യാസമെല്ലാം കഴിഞ്ഞാൽ പിന്നെ അവനെ ഏൽപ്പിച്ച് പിന്നെ നിൻ്റെ 2ൻ്റെയും മക്കളെയൊക്കെ കളിപ്പിച്ചുകൊണ്ട് എനിക്ക് വീട്ടിൽ സ്വസുഖം ജീവിക്കാമല്ലോ എന്നായിരുന്നു ആ അമ്മയുടെ അഭിപ്രായം. അതിന് എല്ലാവരും ശരിവെക്കുകയും ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ വിഷ്ണുവിനുമുണ്ടൊരു ചേട്ടൻ വിനോദ് പക്ഷേ വിഷ്ണുവിൻ്റെ അച്ഛനൊപ്പം തന്നെ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ കൺസ്ട്രക്ഷൻ വർക്കും ഇൻറ്റീരിയർ ഡിസൈനും എല്ലാമായി അച്ഛനെ സഹായിച്ച് ഇപ്പോൾ കൂടെയുണ്ട്. എബിക്ക് ഉള്ളത് ഒരു സിസ്റ്റർ, അതും ഒരു CA-കാരി. അച്ഛൻ്റെ അതേ പാത തന്നെ പിന്തുടർന്ന് CA-കാരി എന്താണോ ആ ബിസിനസ്സിൽ ചെയ്യേണ്ടത് എല്ലാം അതുപോലെ തന്നെ കൃത്യമായി അച്ഛനെ ഹെൽപ്പ് ചെയ്ത് അവളും അവളുടേതായ ജോലി തന്നെ കൃത്യമായി നിറവേറ്റി. ഷിഹാബിന് ഉള്ളത് അതും ഒരു സിസ്റ്ററാണ്, അതും ഒരു അഡ്വക്കേറ്റ്. നമ്മുടെ ശ്രീശാസ്താടെ ലീഗൽ അഡ്വൈസറായിട്ടാണ് ഇപ്പോൾ ഷിഹാബിൻ്റെ സിസ്റ്റർ വർക്ക് ചെയ്യുന്ന ഷെമി. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഇവരെ 4 പേരെയും പറഞ്ഞ് എന്തുകൊണ്ട് അനന്തുവിനെ പറഞ്ഞില്ല എന്ന്. അനന്തു ഒറ്റ മകനായതുകൊണ്ട് പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടാണ് പറയാഞ്ഞത്. ഇനി നമുക്ക് ഇവളുടെ പിന്നിൽ നടക്കുന്ന ആ പെടക്കോഴികളെക്കുറിച്ച് പറയാം. ആദ്യം തന്നെ നമ്മുടെ പാത്തുമ്മയെക്കുറിച്ച് പറഞ്ഞാലോ. നമ്മുടെ ഷിഹാബിൻ്റെ പ്രാണസഖിയ നമ്മുടെ ഫാത്തിമ എന്ന നമ്മൾ ഷിഹാബിൻ്റെ പാത്തു ഒരു സാധാരണ കുടുംബം, അമ്മയും അവളും മാത്രമായി ഒരു കൊച്ചു കുടുംബം. കോളേജിൻ്റെ അടുത്ത് തന്നെയുള്ള സൂപ്പർ മാർക്കറ്റിൽ ഒരു പാർട്ട് ടൈം ജോലി, കുറഞ്ഞത് 3 മണിക്കൂർ മാത്രം. കോളേജിൻ്റെ പഠന ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട്. അവിടെ നിന്നും വീട്ടിൽ ചെന്ന് ഫ്രഷായി തൊട്ടടുത്തുള്ള ഒരു കഫറ്റേരിയയിൽ പോകും. അവിടെ ക്ലീനിങ് സ്റ്റാഫായി വർക്ക് ചെയ്യുന്നു. അച്ഛനില്ലാത്തത് കൊണ്ട് തന്നെ
ഈ ജോലികളെല്ലാം എടുത്താണ് അമ്മയെ നോക്കുന്നതും അതിനോടൊപ്പം തന്നെ അവരുടെ ചിലവും ഈ പഠനവും അവൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവളുടെ ഇങ്ങനെയുള്ള ജോലിയും കാര്യങ്ങളുമെല്ലാം അറിഞ്ഞ് അവളെ മനസ്സിലാക്കി തന്നെയാണ് നമ്മുടെ ഷിഹാബ് സ്നേഹിക്കുന്നത്. മാത്രവുമല്ല, ഷിഹാബിൻ്റെ സിസ്റ്ററിനെ കൂടി ഇവളെ പരിചയപ്പെടുക സിസ്റ്ററും പൂർണ്ണമായി സമ്മതം പറഞ്ഞു. സ്വന്തം ആവശ്യങ്ങൾക്കായി മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടാതെ സ്വന്തം കാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരു പെണ്ണിനെ തന്നെ സ്വന്തം സഹോദരൻ സ്വീകരിച്ചത് അവൾക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. കാരണമുണ്ട്, നമ്മൾ സഫിയ LLBക്ക് പഠിക്കുകയാണെന്ന് പറഞ്ഞില്ലായിരുന്നു. ആ ടൈമിലാണ് ഒരു വിവാഹാലോചന വന്നത്. അവർക്ക് ഒട്ടും താല്പര്യമില്ല പെൺകുട്ടികൾ പുറത്തു പോയി ജോലി ചെയ്യുന്നതോ തുടർന്ന് പഠിക്കുന്നതോ. അതുകൊണ്ട് തന്നെ നമ്മുടെ സഫിയ അവിടം കൊണ്ട് സ്റ്റോപ്പ് ഇട്ടു. പെൺകുട്ടികൾക്കൊരിക്കലും ഫാമിലി ലൈഫ് അല്ല ഫസ്റ്റ് പ്രയോറിറ്റി. സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു ജോലിയാണ് പെൺകുട്ടികൾക്ക് ആവശ്യം. അത് പറഞ്ഞ് തൻ്റെ വീട്ടുകാരെ ബോധ്യപ്പെടുത്തിയതിന് ശേഷം തന്നെ അവൾ തൻ്റെ ഉദ്യമം LLB പൂർത്തിയാക്കി ലീഗൽ അഡ്വൈസറായിട്ട് തന്നെ ജോലിക്ക് കയറി. പിന്നെ ഭാവിയിൽ എപ്പോഴെങ്കിലും തനിക്കൊരു കൂട്ട് വേണമെന്ന് തോന്നിയാൽ തൻ്റെ അതേ ഫീൽഡിൽ തന്നെ മനസ്സിലാക്കുന്ന ഒരു പാർട്ട്ണറെ താൻ സ്വയം കണ്ടെത്തിക്കൊള്ളാം എന്നുകൂടി വീട്ടുകാർക്ക് വാക്ക് കൊടുത്തിട്ടാണ് നമ്മുടെ കുട്ടി ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വന്തം സഹോദരൻ സ്വീകരിച്ച പെണ്ണിനെ 2 കൈ നീട്ടി തന്നെ അവൾ സ്വീകരിക്കുകയും ചെയ്തു. അതുപോലെ വീട്ടിലുള്ള മറ്റുള്ളവരുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് ഏകദേശം അത് സെറ്റാക്കി വെച്ചേക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ഫാത്തിമയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതും വിദ്യാഭ്യാസവും ചിലവും കൂടാതെ അമ്മയുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടുന്ന എല്ലാ ചിലവും വഹിക്കുന്ന സഫിയ. ഇതൊക്കെ എങ്ങനെ വീട്ടും എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നത്, നീ സ്വന്തമായി ഒരു ജോലിയെടുത്ത് എനിക്ക് ആവശ്യം വരുന്ന ടൈമിൽ നീ എന്നെ തിരിച്ച് സഹായിച്ചാൽ മതി എന്നാണ് ആ പെണ്ണിനോട് അവൾ മറുപടി പറഞ്ഞിരുന്നത്. ഇനി നമ്മൾ അനന്തുവിലേക്ക് വരാം. ആനന്ദുവിന് വിവാഹം എന്നൊരു കാര്യത്തിൽ യാതൊരു താല്പര്യമില്ല. കാരണം തൻ്റെ കോൺസെപ്റ്റിൽപ്പെട്ട ഒരു പെണ്ണിനെ ഇന്നോളം അവൻ കണ്ടെത്തിയിട്ടില്ല. പക്ഷേ എന്ത് പറയാനാ, നമ്മുടെ ആനന്ദുവിന് ഒരു മുറപ്പെണ്ണുണ്ട്. അവളാണ് കാവ്യ. കാവ്യയ്ക്കാണെങ്കിൽ ആനന്ദുവിന് വല്ലാതെ ഇഷ്ടം എന്ന് അവൾ എല്ലാവരോടും പറഞ്ഞ് പരത്തി. വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ, നമ്മുടെ കൊച്ചിൻ്റെ കയ്യിൽ നല്ല പൂത്ത കാശുണ്ടല്ലോ, പിന്നെ സുഖിച്ച് അങ്ങോട്ട് ജീവിക്കാം അവനെ വിവാഹം കഴിച്ചാൽ. അത്ര തന്നെ മുന്നിട്ട് നിർത്തിക്കൊണ്ടാണ്, അത് മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മുടെ കാവ്യ രണ്ടും കൽപ്പിച്ച് അനന്തുവിൻ്റെ പിന്നാലെ നില. എന്നാൽ ആനന്ദു തല്ലിക്കൊന്ന് അവളെ പ്രണയിക്കത്തില്ലെന്ന ഒരൊറ്റ വാശിയിൽ. പക്ഷേ ആനന്ദുവിൻ്റെ അമ്മയുടെ അടുത്ത് എന്തൊക്കെയോ കള്ളം പറഞ്ഞ് നമ്മുടെ കാവ്യ കുപ്പിയിലാക്കിയിട്ടുണ്ട്. മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിലും അവൻ ചെറിയൊരു സമ്മതം സ്വന്തം ജ്യേഷ്ഠന് കൊടുത്തിട്ടുണ്ട്. അനന്തുവിനെ കൊണ്ട് അവളെ വിവാഹം കഴിയും. പക്ഷേ ഒരൊറ്റ കണ്ടീഷൻ, എൻ്റെ മകന് ഇഷ്ടമായിരിക്കണം അവളെ. എന്നാൽ കാവ്യ പറഞ്ഞിരിക്കുന്ന അനന്തുവും അവളും തമ്മിൽ കുറേ കാലമായി പ്രണയത്തിലാണെന്ന്. അനന്തുവിൻ്റെ പെരുമാറ്റത്തിലൊന്നും അവർക്ക് അങ്ങനെ ഒന്നും തോന്നാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു കണ്ടീഷൻ അവർ മുന്നോട്ട് വെച്ചത്. എബിയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എബിയും ഏകദേശം ഇതുപോലെയൊക്കെ തന്നെ ഷോപ്പിംഗ് മാളിൽ വെച്ചാണ് നമ്മുടെ എബിയെ കാണുന്നത്. അവിടെ ചെല്ലുമ്പോൾ എല്ലാ സാധനവും, അതും കോസ്റ്റ്ലി ആയ സാധനങ്ങളെല്ലാം എബി എടുക്കുന്നത് കണ്ട് അടുത്ത് നിന്ന് ആളോട് ചോദിച്ചപ്പോഴാണ് ഈ ഷോപ്പിംഗ് മാൾ പോലും എബിയുടെ പേരിലാണെന്നുള്ളത് അറിയുന്നത്. അതോടുകൂടി നമ്മുടെ കുട്ടി ഫ്ലാറ്റ്, ഇനി അവനെ തന്നെ മതി എന്ന രീതിയിൽ തന്നെ അവൻ്റെ പിന്നാലെ ശല്യം ചെയ്ത് അവസാനം എബി ഇഷ്ടമല്ല എന്ന് പറയുന്ന അവസ്ഥയിലെത്തിയപ്പോൾ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലെങ്കിൽ താൻ ചത്തുകളയും എന്നൊരു ഭീഷണി മുഴക്കി നമ്മുടെ എബിക്ക് നേരെ ലോല ഹൃദയനായതുകൊണ്ട് അതിൽ മൂക്കും കുത്തി വീഴുകയും ചെയ്യുന്നു. പാവം ഇഷ്ടത്തോടെ അല്ല എങ്കിലും ഇപ്പോൾ കഷ്ടപ്പെട്ട് അവളെ ഇഷ്ടപ്പെടാൻ നോക്കുന്നുണ്ട്. അവളുടെ സ്വഭാവം ഒട്ടും എബിക്ക് ഇഷ്ടമല്ല. എങ്കിലും എന്തെങ്കിലും കടുങ്കൈ ചെയ്തു പോയാൽ അത് തൻ്റെ തലയിലാകുമല്ലോ ഒരു ഭയം അവൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് എല്ലാം സഹിച്ച് ക്ഷമിച്ച് അവൻ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ 3 പേരെ മനസ്സിലായാലും ഇനി ഒരാൾ കൂടിയുണ്ട്, ശ്രീതു. അവളെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം പറയണം. നമ്മുടെ പാത്തുമ്മ ആരുടെ ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ടോ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കണ്ടിട്ടോ ഒന്നുമല്ല ഷിഹാബിനെ പ്രണയിച്ചിരുന്നത്. എന്നാൽ ബാക്കി 2 അങ്ങനെയല്ല കേട്ടോ, സുഖിച്ച് ജീവിക്കണം എന്നൊരൊറ്റ ലക്ഷ്യം കൊണ്ടാണ് ബാക്കി 2 പിന്നാലെ നടന്നത്. എന്നാൽ നമ്മുടെ ശ്രീതു അങ്ങനെയല്ല കേട്ടോ, നമ്മുടെ വിവിയെ എവിടെയോ വെച്ചൊന്ന് കണ്ട് പുള്ളിക്കാരിക്ക് അപ്പോൾ തന്നെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് അടിച്ചതും പിന്നെ അവനെ തേടി പിടിച്ച് അവൻ ഏത് കോളേജിലാണോ പഠിക്കുന്നത് അവിടെ എത്തി അവനെ ലൈൻ അടിക്കാൻ നോക്കി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ 3 അവൾ കണ്ടുമുട്ടുന്നത്. അവർ ഒറ്റയടിക്ക് കയറി അങ്ങ് ക്ലോസ് ഫ്രണ്ട് ആകുകയും ചെയ്തു. അതുവഴി നമ്മുടെ വിവിയെ അടുത്തറിയാൻ പരിചയപ്പെടാം, കൂട്ടത്തിൽ പറ്റുവാണെങ്കിൽ ഒന്ന് ലൈൻ അടിക്കുകയും ചെയ്യാമെന്ന ഒറ്റ ലക്ഷ്യം തന്നെയാണ് നമ്മുടെ ശ്രീതു പെണ്ണിനുള്ളത്. പുള്ളിക്കാരി ഒരു പാവാട്ടോ, എങ്കിലും
പണത്തിൻ്റെ ചെറിയ ചെറിയ അഹങ്കാരമൊക്കെ നമ്മുടെ കുട്ടിക്കുണ്ട്. പിന്നെ നമ്മുടെ വിവിക്ക് ശ്രീധുവിൻ്റെ കാര്യങ്ങളെല്ലാം പറയാം. വിവിക്ക് മാത്രമല്ല കേട്ടോ, ബാക്കി 4 പറയും. അവളുടെ പേരും പറഞ്ഞ് പലപ്പോഴും വിവിയെ അവരെല്ലാവരും കളിയാക്കുകയും ചെയ്തു. എന്നാൽ വിഷ്ണുവിനാണെങ്കിൽ തൻ്റെ ഭാര്യയിൽ കൊണ്ട് സൃഷ്ടിച്ചവളെ താൻ തന്നെ കണ്ടെത്തും, അല്ല എങ്കിൽ സമയമാകുമ്പോൾ അവൾ തൻ്റെ മുന്നിലേക്ക് സ്വയം പ്രത്യക്ഷപ്പെട്ടുകൊള്ളും എന്നൊരൊറ്റ വാദത്തോടുകൂടി അവൻ ബാക്കി എല്ലാവരുടെയും വായടപ്പിക്കുക തന്നെയാണ്. ബാക്കി എല്ലാവരും കുറുകുമ്പോൾ ഇവർ രണ്ടും മാത്രം മാറിയിരുന്ന് സംസാരിക്കും. വിവിയും വിഷ്ണുവും സംസാരിക്കുന്നത് ഒരൽപ്പം ദൂരമിട്ട് നമ്മുടെ ശ്രീധുവും വിവിയെ നല്ല നൈസായിട്ട് വായി നോക്കുകയും ചെയ്യും. ഇതെല്ലാം കാണുമ്പോൾ എല്ലാവർക്കും ചിരി വരും. ശ്രീധുവിൻ്റെ ഇരുത്തെയും വിവി അവളെ ശ്രദ്ധിക്കാതിരിക്കുന്നതും എല്ലാം കാണുമ്പോൾ പലപ്പോഴും അവനോട് തുറന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിലും അവൻ ഇതുവരെ പോസിറ്റീവായ ഒരു മറുപടി കൊടുത്തിട്ടില്ല ശ്രീധുവിന്. എപ്പോൾ നമ്മുടെ ശ്രീധു ഈ ഒരു കാര്യം പറഞ്ഞ് വിവിയുടെ അടുത്ത് ചെല്ലുമ്പോഴെല്ലാം വിവി അവളോട് പറഞ്ഞ്, ചുമ്മാ എൻ്റെ പിറകെ നടന്ന് ടൈം സ്പെൻഡ് ചെയ്യാതെ 4 അക്ഷരം പഠിച്ച് ഒരു ജോലി വാങ്ങിയാൽ നിൻ്റെ ലൈഫ് സെറ്റിൽഡ് ആവും. അതുകൊണ്ട് അത് ചെയ്യാൻ നോക്കി, എൻ്റെ പിന്നാലെ നടക്കാതെ. പിന്നെ ഞാൻ ഈ ജന്മത്ത് നിന്നെ ഇഷ്ടമാണെന്നോ നിൻ്റെ പിന്നാലെ വരുമെന്നോ നിന്നെ വിവാഹം കഴിച്ച് കൂടെ കൂട്ടുമെന്നോ യാതൊരു പ്രതീക്ഷ നിനക്ക് വേണ്ട. ഞാൻ അങ്ങനെ ചെയ്യില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനെ ഞാൻ സ്വയം കണ്ടെത്തും, അവളെ എൻ്റെ കൂടെ കൂട്ടുകയും ചെയ്യും. അത്രയും പറഞ്ഞ് നമ്മുടെ ശ്രീധുവിൻ്റെ പൂ പോലുള്ള ഹൃദയം തല്ലിപ്പൊട്ടിച്ച് തരിപ്പണമാക്കി അവളുടെ കയ്യിൽ വെച്ചു കൊടുക്കുക. എന്നാലും നമ്മുടെ ശ്രീധു തോൽക്കില്ല, ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ എന്ന വീറോടെ വീണ്ടും അവൻ്റെ മുന്നിൽ ചെല്ലും. ഇതേ ഡയലോഗ് റിപ്പീറ്റ് അടിച്ച് കേൾക്കുകയും ചെയ്യും. സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബായ്.